നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി ഇന്ന് കയ്യാലപ്പുറത്താണ്. നമുക്കറിയാം, മൂന്നാം ബലാത്സംഗ പരാതിയിൽ കസ്റ്റഡിയിലായി റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിലാണ്. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് കസ്റ്റഡിയിലേക്ക് അകത്തേക്ക് പോകുമോ അല്ലെങ്കിൽ ജാമ്യാപേക്ഷ പരിഗണിച്ച് പുറത്തേക്ക് വെളിച്ചത്തേക്ക് പോകുമോ എന്നുള്ളത് അറിയുന്ന മണിക്കൂറുകളാണ്. അതുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനുള്ള സാധ്യത അത്രത്തോളം കൂടുതലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയും ആ വിധിയോടൊപ്പം ചേർത്ത് വെക്കാൻ സാധിക്കും എന്നുള്ളതും കൂടിയാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമെന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആയി 2 വർഷം പൂർത്തിയാകാൻ അധികം നാളുകളില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂതകാല നീക്കങ്ങളും ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങൾക്കെതിരെ, ഇറാനുമായി ബന്ധമുള്ള പുറം രാജ്യങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് വരുത്തി തീർക്കുന്ന തീരുവ നയങ്ങളുടെ ഭാവികാല നീക്കങ്ങളും ഒക്കെ കൂടി ചർച്ച ചെയ്യപ്പെടുന്ന മണിക്കൂറുകൾ കൂടിയാണ് വരുന്നത്. ഇറാനിൽ പ്രക്ഷോഭം തുടരുന്നു, മരണസംഖ്യ കൂടുന്നു, ഇറാനിൽ ഭരണം പിടിച്ചെടുത്തേക്കുമെന്ന് ഉള്ള കാര്യങ്ങൾ പരിഗണനയിലാണെന്ന് ഡൊണാൾഡ് ട്രംപ് അടക്കം വ്യക്തമാക്കുന്ന സമയത്ത് ചരിത്രത്തിൽ 2 തവണ ഇംപീച്ച് ചെയ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള ഖ്യാതി ഡൊണാൾഡ് ട്രംപ് നേടിയിട്ട് 5 വർഷം തികയുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. ആ ഒരു ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ അമേരിക്കയിൽ ഭരണത്തിലിരുന്നു കൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മേൽ വരുത്തി വെക്കുന്ന നാശങ്ങളുടെ പട്ടിക ഇവിടെ തയ്യാറാക്കുന്ന തിരക്കിലും കൂടിയാണ് മറ്റ് മാധ്യമങ്ങൾ എന്നുള്ളതും കൂടിയാണ്. ഇതടക്കമുള്ള കായികമടക്കമുള്ള വാർത്തകൾ പ്രേക്ഷകർക്കായി ഈ വാർത്താ ദിനത്തിൽ തയ്യാറാണ്. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിൽ. 7 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് SIT. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാങ്കൂട്ടത്തിനെ 11 മണിയോടെ കോടതിയിലെത്തിക്കും. ജാമ്യം വേണമെന്ന് പ്രതിഭാഗം കോടതിയിൽ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ റിമാൻഡിലുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കേസ് പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി. സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലെ ഗൂഢാലോചനയിൽ തന്ത്രിക്ക് പങ്കെന്ന് SIT. ജാമ്യം നൽകിയാൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയെന്ന് SIT. തന്ത്രിയെ കുടുക്കിയതെന്ന് പ്രതിഭാഗം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ T ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അന്തിമവാദം ഇന്ന്. ജസ്റ്റിസ് അനൂപ് ബംബാനിയുടെ ബെഞ്ച് വാദം കേൾക്കും. ഒക്ടോബറിൽ പരിഗണിച്ച കേസ് മാറ്റിയത് SFIയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അഭിഭാഷകർ ഹാജരാക്കാത്തതിനാൽ. ഇറാനുമായി വാണിജ്യ ബന്ധമുള്ള രാജ്യങ്ങൾക്ക് മേൽ 25% തീരുവ പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ്. അധിക തീരുവ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് മുന്നറിയിപ്പ്. പ്രഖ്യാപനം ഇറാനിൽ സൈനിക നടപടിക്ക് മടിക്കില്ലെന്ന പ്രതികരണത്തിന് പിന്നാലെ. സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡ് മുഖ്യ പരിശീലകൻ സാബി അലോൺസോയെ പുറത്താക്കി. നടപടി ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന്. പുറത്താക്കൽ ബാഴ്സലോണയോടേറ്റ തോൽവിക്ക് പിന്നാലെ. അൽവാരോ അർബലോവ പുതിയ പരിശീലകൻ.